العلم قم لا تنم فإن الزمان يا طالب العلم قم لا تنم فإن الزمان انقضى وانصرم فكن ما حييت ضنينا به فظنك بالوقت عين الكرم وكن حلس درسك وافرح به تكن قائدا في غد للأمم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഹുജുറാത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മളെ ഏറെ ഇരുത്തി ചിന്തിപ്പിച്ച കുറച്ച് ആയത്തുകളാണ് കഴിഞ്ഞുപോയത്. ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കണം. ഒരായത്ത് പഠിക്കുന്നതിന് മുമ്പുള്ള നമ്മളാകരുത് ഒരായത്ത് പഠിച്ചതിന് ശേഷമുള്ള നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നർത്ഥം. ഇനി നമുക്കുള്ളത് 14-ാമത്തെ ആയത്താണ്. അള്ളാഹു പറയുകയാണ്, ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ. അഅറാബികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കാൻ പറയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ എന്നാണ്. ഖാല യഖൂലു എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥം, പറയുക. ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു. ഖാലത്തിൽ അഅറാബു അഅറാബികൾ പറഞ്ഞു. അഅറാബിയുൻ എന്നതിൻ്റെ ജംആണ്, ബഹുവചനമാണ് അഅറാബ്. അഅറാബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രാമങ്ങളിലും മരുഭൂമികളൊക്കെ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് പട്ടണങ്ങളുമായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല, പ്രാകൃതരായിരിക്കും. അപ്പോൾ അങ്ങനെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ആമന്ന, ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്. മുഹാജിറുകളും അൻസാറുകളൊക്കെ വിശ്വസിച്ചതുപോലെ ഞങ്ങളും മുഅ്മിനുകളായിട്ടുണ്ട്, ഞങ്ങളും അവരെപ്പോലെയാണ് എന്നാണ് വാദിച്ചത്. ആമന യുഅ്മിനു, ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, മുഅ്മിനാവുക എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ തിരുത്താൻ ആവശ്യപ്പെടുകയാണ്. ഖുൽ, നബിയെ പറയുക. ഖാല യഖൂലു, അതിൻ്റെ അംറ് കൽപ്പനാ രൂപമാണ് ഖുൽ, നീ പറയുക. ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ, പക്ഷേ, ഖൂലൂ, നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ഖൂലൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടിലധികം ആളുകൾ പറയുക എന്നർത്ഥം, കൽപ്പനയാണ്. ഖൂലൂ അതായത് ഒരു പറ്റം ആളുകളോട്, ഒരു കൂട്ടം ആളുകളോടുള്ള കൽപ്പനയാണ്, നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട്, ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടുണ്ട്. അസ്ലമ യുസ്ലിമു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കുക, ഇസ്ലാമിൽ പ്രവേശിക്കുക, കീഴൊതുങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ബനു അസദുകാരായ ചില ആളുകൾ അവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുഹാജിറുകളെയും അൻസാറുകളെയും പോലെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, മുഅ്മിനുകളായിട്ടുണ്ട്.
മറ്റ് അറബ് ഗോത്രങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്തതുപോലെ ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ പ്രയാസത്തിലാണ്, പ്രാരാബ്ധത്തിലാണ്, കഷ്ടപ്പാടിലാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പൊതുമുതലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന ആവശ്യമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി കൊടുക്കാൻ പറയാണ്, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, നിങ്ങൾ ഈമാനിലേക്ക് ഉയർന്നിട്ടില്ല, നിങ്ങൾ ഇസ്ലാമിലെ പ്രവേശിച്ചിട്ടുള്ളൂ, നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊള്ളുക എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അറാബികൾ പൊതുവെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് വലിയ ധാരണകളില്ലാത്ത ആളുകളാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയാണ്, ഈമാൻ എന്താണെന്ന് ശരിക്ക് കാഴ്ചപ്പാടില്ലാത്ത ഒരാൾ മുഅ്മിനായാൽ അയാൾ എന്തൊക്കെ ചെയ്യണോ അതൊന്നും ചെയ്യാതെ ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട് എന്ന് വാദിച്ച ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയാണ്, ഈ അറാബികൾ അവർ മുഅ്മിനുകളായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല. അവർ ഇസ്ലാം സ്വീകരിച്ചത് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ മുഅ്മിനുകളായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനേക്കാളും പ്രത്യേകമായ കാര്യമാണ്. അതായത് ഈമാനും ഇസ്ലാമും ഒന്നല്ല എന്നർത്ഥം. അദ്ദേഹം അതിന് തെളിവ് പറയുന്നത് ഹദീസു ജിബ്രീലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ ഒരു മനുഷ്യരൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് നമുക്ക് കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم إذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه أثر السفر. ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഒരു വെളുവെളുത്ത വസ്ത്രം ധരിച്ച കറുകറുത്ത മുടിയുള്ള ഒരു മനുഷ്യൻ യാത്ര ചെയ്തു വരാൻ തോന്നിയില്ല, അതിൻ്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. ഞങ്ങളിൽ ആർക്കും അയാളെ പരിചയമില്ല. അദ്ദേഹം വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നാമത്തെ ഷഹാദത്താണ്. വ തുഖീമസ് സ്വലാ, നിസ്കാരം നിലനിർത്തലാണ്. വ തുഅ്തിയ സക്കാ, സക്കാത്ത് കൊടുത്തു വിട്ടലാണ്. വ തസൂമ റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലാണ്. വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, അഞ്ചാമത്തത് ഹജ്ജാൻ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്. സഹാബാക്കളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, നബി മറുപടി കൊടുക്കുന്നു. മറുപടി കൊടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു. പിന്നെ ആ മനുഷ്യൻ ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, മലക്കുകളിലെ വിശ്വാസമാണ്, വേദഗ്രന്ഥങ്ങളിൽ, പ്രവാചകന്മാരിൽ, അന്ത്യദിനത്തിൽ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കലാണ്. മൂന്നാമത് ആ മനുഷ്യൻ്റെ ചോദ്യം, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താന്ന് അറിയിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നു എന്നതുപോലെ അള്ളാഹുവിന് ആരാധനകൾ ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ആ ഒരു മനസ്സോടുകൂടി ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്നാണ്. വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. ആ മനുഷ്യൻ തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ
അതാക്കും യുഅല്ലിമുക്കും ദീനക്കും. ആ വന്നത് ജിബ്രീലാണ്, നിങ്ങളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഹദീസിൽ ആദ്യം ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു, പിന്നെ ഈമാൻ എന്താണെന്ന് ചോദിച്ചു, പിന്നെ ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇത് മൂന്നും ഒന്നല്ല. ഒരു മനുഷ്യന് 3 പദവികളിൽ എത്താൻ പറ്റും. അതിലൊന്നാമത്തെ പദവിയാണ് ഇസ്ലാം, മുസ്ലിമാവുക. രണ്ടാമത്തെ പദവിയാണ് ഈമാൻ, മുഅ്മിനാകുക. മൂന്നാമത്തെ പദവിയാണ് ഇഹ്സാൻ, മുഹ്സിനാവുക. എല്ലാ മുഹ്സിനും മുഅ്മിനായിരിക്കും, മുസ്ലിമുമായിരിക്കും. എന്നാൽ എല്ലാ മുഅ്മിനും മുസ്ലിമാകും, പക്ഷേ മുഹ്സിനാകൂല. എല്ലാവരും ആകൂല. നീ എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനാകണമെന്നില്ല, മുഹ്സിനാകണമെന്നില്ല. അപ്പോൾ മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്, അതിൽ വളരെ കുറച്ചേ മുഅ്മിനുകൾ ഉണ്ടാവുള്ളൂ. മുഅ്മിനുകൾ കുറേ ഉണ്ടാകും, അതിൽ നിന്ന് വളരെ കുറച്ചേ മുഹ്സിനുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മുസ്ലിങ്ങളാണ്, അതിലും കുറവാണ് മുഅ്മിനുകൾ ഉണ്ടാവുക. ഇഹ്സാനാണ് ഏറ്റവും ടോപ്പ് പദവി, അവിടേക്കെത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. മുഹ്സിനുകളാകാനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇവിടെ വന്ന അറാബികളായ ആളുകൾ അവർ എത്താത്ത പദവിയിൽ അവർ എത്തിയെന്ന് വാദിക്കാൻ. അവർ ഇസ്ലാം എന്ന പദവിയിൽ എത്തിയിട്ടുള്ളൂ, ഈമാനിലേക്ക് കയറിയിട്ടില്ല. പക്ഷെ അവർ പറയാണ്, ഞങ്ങൾ പരിപൂർണമായിക്കൊണ്ടും മുഅ്മിനുകളായിട്ടുണ്ട്, ആ രണ്ടാമത്തെ പദവിയിൽ എത്തിയിട്ടുണ്ടെന്ന് വാദിക്കാൻ. അപ്പോൾ ആ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കുകയാണ്, അവരെ മര്യാദ പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഇനി ഈ ആയത്തിൻ്റെ ഈ ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈമാനും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഈമാൻ ഹൃദയത്തിലാണ്, ഖൽബിലാണ്. എന്നാൽ ഇസ്ലാം ബാഹ്യമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. മുസ്ലിം ആവാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ എല്ലാവർക്കും മുഅ്മിനാകാൻ കഴിയൂല. മുസ്ലിം ആവാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഖുർആൻ ഓതുന്നു, അയാൾ നിസ്കരിക്കുന്നു, സുജൂദിൽ കിടക്കുന്നു, റമദാനിൽ നോമ്പെടുക്കുന്നു, അവനെക്കുറിച്ച് നമുക്ക് മുസ്ലിമാന്ന് പറയാൻ പറ്റും. പക്ഷേ അവൻ മുഅ്മിനാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈമാൻ ഹൃദയത്തിലാണ്, ഹൃദയത്തിലുള്ളത് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരാളെക്കുറിച്ച് മുഅ്മിനാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഒരാളുടെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവൻ മുസ്ലിമാണെന്ന് നമുക്ക് പറയാം. അതിന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഖവാരിജികളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? തഹ്കിറൂന സ്വലാത്തക്കും മഅ സ്വലാത്തിഹിം. അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. വസിയാമക്കും മഅ സിയാമിഹിം. അവരുടെ നോമ്പ് കണ്ട നിങ്ങളൊന്നുമല്ല. വഅമലക്കും മഅ അമലിഹിം. അവരുടെ കർമ്മങ്ങൾ കണ്ടാൽ നിങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നും. വയഖ്റഊനൽ ഖുർആൻ. അവർ ഖുർആൻ ഓതുന്നുണ്ട്. ലാ യുജാവിസു ഹനാജിറഹും. അത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴേക്ക് ഇറങ്ങുന്നില്ല, ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. യംറുഖൂന മിനദ്ദീൻ. അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പോൾ അവരും ഭാഗ്യമായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ബാഹ്യമായ കർമ്മങ്ങൾ കൊണ്ട് ഒരാൾ മുഅ്മിനാണോ അല്ലേന്ന് പറയാൻ പറ്റൂല. ഈമാൻ ഹൃദയത്തിലാണ്. ഇനി ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിൻ്റാണ്, ഈമാനെന്നും ഇസ്ലാമെന്നും ഒരുമിച്ച് പറഞ്ഞാൽ, ഒരു ആയത്തിൽ തന്നെ ഈമാൻ ഇസ്ലാം എന്ന പ്രയോഗം വന്നാൽ രണ്ടിനും രണ്ടർത്ഥം ഉണ്ടാവുക. ഇപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ പോലെ ഖാലത്തിൽ അറാബു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, മുഅ്മിനുകളായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഈമാൻ വന്നു. വലാക്കിൻ കൂലു അസ്ലംന, പക്ഷെ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇസ്ലാം വന്നു. അപ്പോൾ ഒരേ ആയത്തിൽ തന്നെ ഈമാനും ഇസ്ലാമും വന്നാൽ രണ്ടിനും രണ്ടർത്ഥം കിട്ടുക. എന്നാൽ ഇനി ഒരൊറ്റ പദമാണ് ഉപയോഗിച്ച് ഏതെങ്കിലും എവിടെയെങ്കിലും ഇസ്ലാം എന്ന് മാത്രം ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഈമാൻ എന്ന് മാത്രം ഉപയോഗിച്ചാൽ രണ്ടിനും രണ്ടർത്ഥം കിട്ടും. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് ഉദ്ദേശിക്കാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന് ഉദ്ദേശിക്കാം.
അതിന് അറബി ഭാഷയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിൽ എണ്ണിയത് എന്തൊക്കെയാണ്? അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ടോപ്പ് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതോ ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്? ഈമാൻ 70-ൽ പരം ശാഖകളാന്ന് പറഞ്ഞിട്ട് എണ്ണിയത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട ഒന്നാണ്. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അല്ലേ, വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ചെറിയ ശാഖ, ഏറ്റവും താഴ്ന്ന ശാഖ. അതും അവയവം കൊണ്ടുള്ളൊരു പ്രവർത്തനമാണ്, ഇസ്ലാമിലാണ് പെടുക. പക്ഷേ ഈമാൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനോട് ചേർത്തി പറഞ്ഞു. അപ്പോൾ ഈമാൻ എന്ന് പ്രയോഗിച്ചാൽ ഒറ്റക്ക് വന്നാൽ ഈമാനും ഉദ്ദേശിക്കാം, ഇസ്ലാമും ഉദ്ദേശിക്കാം. എന്നാൽ ഒരു സ്ഥലത്ത് തന്നെ രണ്ടും ഒരുമിച്ച് പറയുകയാണെങ്കിൽ രണ്ടിനും രണ്ടർത്ഥമാണ് ഉണ്ടാവുക. ഇനി ഈ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്നൊരു പാഠം, ഈമാനില്ലാതെ ഇസ്ലാം സ്വീകരിച്ചു എന്നുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ ബാഹ്യമായിക്കൊണ്ട് കുറേ ചെയ്തു എന്നുകൊണ്ട് കാര്യമില്ല. ഇനി ബാഹ്യമായിക്കൊണ്ട് ഒരാൾ കുറേ ചെയ്യുന്നുണ്ട്, ഒരാൾ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അയാൾ മുഅ്മിനാകണമെന്നില്ല, അയാൾ ഈമാനിൻ്റെ പദവിയിലേക്ക് ഉയരണമെന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മുഹാജിറുകളെപ്പോലെ അൻസാറുകളെപ്പോലെ മുഅ്മിനുകളായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, നാടും വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോന്ന ആ മുഹാജിറുകളുടെ ഈമാനിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. അവരെ എല്ലാം കൊടുത്ത് സഹായിച്ച, സ്വന്തത്തെക്കാൾ അധികം അവർക്ക് പ്രാധാന്യം കൊടുത്ത അൻസാറുകളെപ്പോലെ നിങ്ങളായിട്ടില്ല എന്ന് അള്ളാഹു തിരുത്തി പറയാനുള്ള കാരണം. ശേഷം അള്ളാഹു പറയുകയാണ്, വലമ്മ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഇതുവരെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. ദഖല യദ്ഖുലു ദുഖൂലൻ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ് അർത്ഥം. ഖൽബുൻ എന്നതിൻ്റെ ജംആണ്, ബഹുവചനമാണ് ഖുലൂബ്, ഹൃദയങ്ങൾ. അതായത് അറാബികൾ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, മുഅ്മിനുകളായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ പറയുന്നത് വരെ അവർ മുഅ്മിനുകളായിട്ടില്ല. അത് ലമ്മ എന്ന പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വലമ്മ യഅ്തി സൈദുൻ, സെയ്ദ് ഇതുവരെ വന്നിട്ടില്ല. നമ്മളിങ്ങനെ സെയ്ദിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയാണ് വലമ്മ യഅ്തി സൈദുൻ, സെയ്ദ് ഇതുവരെ വന്നിട്ടില്ല. അതായത് ഇനി വരാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. അതേ പ്രയോഗമാണ് ഇവിടെ. അറാബികൾ അവർ പറയുന്നത് വരെ അവർ വിശ്വസിച്ചിട്ടില്ല, ഇനി അവർ മുഅ്മിനുകളാകാൻ സാധ്യത ഉണ്ട്. ആ സാധ്യത എന്ത് ചെയ്യുന്നില്ല? നിഷേധിക്കുന്നില്ല. ഇമാം സഅദി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, അവർ പിന്നീട് ശരിയായ മുഅ്മിനുകളാവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് അറാബികളായ ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാണ്. അള്ളാഹു അവരോട് പറയാണ്, വഇൻ തുതിഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം, ലാ യലിത്കും മിൻ അഅമാലിക്കും ഷൈഅ, നിങ്ങളുടെ കർമ്മങ്ങളിൽ അള്ളാഹു ഒട്ടും കുറവ് വരുത്തുകയില്ല. അത്വാഅ യുതീഉ ഇത്വാഅത്തൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് അർത്ഥം. അമലുൻ എന്നതിൻ്റെ ജംആണ് അഅമാൽ, കർമ്മങ്ങൾ. വലത്ത യലിത്തു എന്ന് പറഞ്ഞാൽ നഷ്ടം വരുത്തുക, കുറവ് വരുത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത്, അള്ളാഹു കൽപ്പിച്ച ഒരു നന്മ നിങ്ങൾ ചെയ്തു, അള്ളാഹുവിനെ അനുസരിച്ചു, അള്ളാഹു വിലക്കിയ ഒരു തിന്മയിൽ നിന്ന് നിങ്ങൾ മാറി നിന്നു, ആ കർമ്മത്തിൻ്റെ പ്രതിഫലത്തിൽ നിന്നും ഒട്ടും അള്ളാഹു കുറവ് വരുത്തുകയില്ല, അള്ളാഹു നഷ്ടം വരുത്തുകയില്ല, നിങ്ങളോട് അനീതി കാണിക്കുകയില്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, സൂറത്തു അൻആമിലെ 160-ാമത്തെ ആയത്ത്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിൻ്റെ 10 ഇരട്ടി ഗുണം അവൻക്കുണ്ടായിരിക്കും.
വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. ഇനി ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ ശിക്ഷ എന്താണോ, അതിൻ്റെ കുറ്റം എന്താണോ അത്രേ അവനുണ്ടാവുള്ളൂ. വഹും ലാ യുദ്ലമൂൻ. കർമ്മങ്ങൾ ചെയ്യുന്നവരോട് എന്ത് ചെയ്യൂല, അള്ളാഹു ഒരിക്കലും അക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല. വമാ അന ബിദല്ലാമിൻ ലിൽ അബീദ്. അടിമകളോട് ഒട്ടും അക്രമം കാണിക്കാത്തവനാണ്, അനീതി കാണിക്കാത്തവനാണ് അള്ളാഹു. നമുക്കറിയാം, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുമണി തൂക്കം നന്മയാണെങ്കിൽ അതിനുള്ളത് നമുക്ക് കാണാൻ കഴിയും. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഇനി തിന്മയാണെങ്കിൽ അതും കാണാൻ കഴിയും. ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട്. കാരണം തിന്മകളെ ചിലപ്പോൾ അള്ളാഹു മായ്ച്ചു കളയും, പക്ഷെ ചെയ്തൊരു നന്മക്ക് അതിനർഹിക്കുന്ന കൂലി അള്ളാഹു നൽകുന്നാൻ. അതിൽ അള്ളാഹു ഒട്ടും കുറവ് വരുത്തുകയില്ല. അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇത് ആറാബികൾക്കുള്ളൊരു സന്തോഷ വാർത്തയാണ്. അവർക്ക് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വാദിച്ചു. അവർ ഇസ്ലാമിലെ പ്രവേശിച്ചിട്ടുള്ളൂ, ഈമാനിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അവർ ഈമാനിലെത്തിയെന്ന് അവർ വാദിച്ചു. അതുകൊണ്ട് അവർ ചെയ്യുന്ന കർമ്മത്തിനെന്തില്ല, അള്ളാഹു നഷ്ടം വരുത്തുകയില്ല. അതല്ലെങ്കിൽ അവർ ആറാബികളാണ്, മറ്റൊരു മുഹാജിറുകളോ അൻസാറുകളോ ആണ്. അതുകൊണ്ട് മുഹാജിറുകളും അൻസാറുകളും ചെയ്താൽ കൂടുതൽ കൂലി കിട്ടും. ആറാബികൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ആ കർമ്മങ്ങളിൽ നഷ്ടം വരുത്തും, കുറവ് വരുത്തും. അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ 2 പേരുകൾ പറഞ്ഞുകൊണ്ടാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. റഹീമാണ്, ഗഫൂറാണ്. ഇവിടെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ലാഹു തആല പറയാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് മുത്തഖീങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്, താന്തോന്നിയായി ജീവിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്, മുഅ്മിനുകൾക്കും കാഫിറുകൾക്കും കിട്ടുന്നുണ്ട്. ഈ ദുനിയാവിൽ കാഫിറിനോട് അള്ളാഹു റഹ്മത്ത് കാണിച്ചിട്ടില്ല എങ്കിൽ അവനൊരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുമോ? കാഫിർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. എന്നാൽ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഅ്മിന് മാത്രമേ ഉള്ളൂ. അവിടെ വേറൊരാൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടൂല എന്നുള്ളതാണ്. അപ്പം ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ആരെങ്കിലും തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു അവനെ സ്വീകരിക്കും. അള്ളാഹു റഹീമാണ്, അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് 2 വിധമാണ്. ഒന്ന് ദുനിയാവിലെ റഹ്മത്താണ്, അത് എല്ലാവർക്കും കിട്ടും. കാഫിറിനും മുഅ്മിനിനും അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവൻക്കും അള്ളാഹുവിനെ അനുസരിച്ചവൻക്കും ധിക്കരിച്ചവൻക്കും താന്തോന്നിക്കും എല്ലാവർക്കും. എന്നാൽ ആഖിറത്തിലെ റഹ്മത്ത് അത് എല്ലാവർക്കും കിട്ടൂല. അത് മുഅ്മിനുകളായ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ശേഷം 15-ാമത്തെ ആയത്തിൽ അള്ളാഹു ആരാണ് മുഅ്മിനുകൾ എന്ന് വ്യക്തമാക്കാൻ. ആറാബികൾ വന്നിട്ട് ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്, ഈമാനിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ തിരുത്തി. എന്നിട്ട് ഈ ആയത്തിലൂടെ ആരാണ് യഥാർത്ഥത്തിൽ സത്യസന്ധന്മാരായ മുഅ്മിനുകൾ എന്ന് പറയാൻ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും പിന്നീട് ഒരു നിലക്കും സംശയിക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർ മാത്രമാണ് മുഅ്മിനുകൾ. മുഅ്മിൻ എന്നതിൻ്റെ ജംആണ്, ബഹുവചനമാണ് മുഅ്മിനൂൻ. ഇർതാബ, യർതാബു, ഇർത്തിയാബൻ എന്ന് പറഞ്ഞാൽ സംശയിക്കുക എന്നാണ് അർത്ഥം. അതാണ് സുമ്മലം യർതാബു, പിന്നീട് സംശയിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സത്യം, ഇതാണ് ശരി എന്ന് അംഗീകരിച്ചാൽ പോരാ.
എന്ന് വിശ്വസിച്ചാൽ പോരാ, അത് സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അതിന് കീഴൊതുങ്ങണം. അതല്ല എങ്കിൽ ആ വിശ്വാസം കൊണ്ടോ അംഗീകാരം കൊണ്ടോ പ്രയോജനമില്ല. ഇപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുക്കുന്ന ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ ത്വാലിബ്. അദ്ദേഹത്തിന് അറിയാം മുഹമ്മദ് നബി പറഞ്ഞതാണ് സത്യമെന്ന്. അദ്ദേഹം പാടിയിട്ടുണ്ട്, വലഖദ് അലിംതു അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. ഏറ്റവും നല്ല ദീൻ, ഏറ്റവും നല്ല ആദർശം മുഹമ്മദിൻ്റെ ആദർശമാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് സ്വീകരിക്കാനോ അതിന് കീഴൊതുങ്ങാനോ അബൂ ത്വാലിബ് തയ്യാറായിരുന്നില്ല. അവസാനം മരിക്കുമ്പോഴും ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് അബൂ ത്വാലിബ് മരിച്ചത്. അതുകൊണ്ട് അറിഞ്ഞു എന്നുകൊണ്ടോ വിശ്വസിച്ചു എന്നുകൊണ്ടോ കാര്യമില്ല, അത് സ്വീകരിക്കുകയും അതിലേക്ക് കീഴൊതുങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒരാളുടെ ഈമാൻ ഉപകാരപ്പെടണമെങ്കിൽ ഒരു നിലക്കുള്ള സംശയം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഉപകാരപ്രദമായ ഈമാൻ എന്ന് പറഞ്ഞാൽ. അതിലേക്ക് ഒരു നിലക്കുമുള്ള സംശയം കടന്നു വരില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്ത് പ്രവർത്തിച്ച് കാണിക്കുകയുമാണ്, തെളിയിക്കുകയുമാണ് ചെയ്യേണ്ടത്. സുമ്മലം യർതാബു എന്ന് പറയുന്നിടത്ത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, എത്ര കാലം കഴിഞ്ഞാലും ശരിയായ മുഅ്മിനുകളുടെ വിശ്വാസത്തിൽ ഒരു ചാഞ്ചാട്ടം, ഒരു ഇളക്കം, ഒരു സംശയം ഉണ്ടാവില്ല എന്നാണ്. ശേഷം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല തന്നെ പറയാണ്, പിശാച് വസ്വാസ് ഉണ്ടാക്കും. അപ്പം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ആ ചിന്തകൾക്ക് പിന്നാലെ പോകാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മനുഷ്യന് വസ്വാസ് ഉണ്ടാക്കുന്നുവെങ്കിൽ, പിശാച് ശല്യപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് ഈമാൻ ഉണ്ടെന്നാണ്. കാരണം ആദ്യമേ സംശയമുള്ള, അതേ ഈമാൻ ഉറച്ചിട്ടില്ലാത്ത ഒരാളുടെ അടുക്കലേക്ക് പോയിട്ട് പിശാച് വസ്വാസ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈമാൻ ഉറച്ച ആളുകളുടെ അടുക്കലേക്കാണ് പിശാച് വരുന്നത്. ഈമാനുള്ള ആളുകളെ വഴി തെറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പിശാച് അങ്ങനെ വസ്വാസ് ഉണ്ടാക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഈമാൻ ഉണ്ടെന്നാണ്. എന്നിട്ട് ഈമാനിൽ അടിയുറച്ച് നിൽക്കുവാൻ, സ്ഥിരതയോടുകൂടി നിലനിൽക്കുവാൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല എണ്ണിപ്പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, അവൻ്റെ നിയമങ്ങളുടെ പരിപൂർണതയെക്കുറിച്ച് ആലോചിക്കുക. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുകയും അതിലെ അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യലാണ്. 4, എപ്പോഴും സദാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തുടർന്ന് അള്ളാഹു മുഅ്മിനുകളുടെ അടുത്ത ക്വാളിറ്റി പറയാൻ, വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരാണ് അവർ. ജാഹദ യുജാഹിദു മുജാഹദത്തൻ വ ജിഹാദൻ എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുക, ധർമ്മസമരം ചെയ്യുക എന്നാണ് അർത്ഥം. മാലുൻ എന്നതിൻ്റെ ജംആണ്, ബഹുവചനമാണ് അംവാൽ, സമ്പത്ത്, അതിൻ്റെ ബഹുവചനം. നഫ്സുൻ ശരീരം എന്നതിൻ്റെ ബഹുവചനമാണ് അംഫുസ്, ദേഹങ്ങൾ, ശരീരങ്ങൾ. ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് അവൻ്റെ ജീവനാണ്, അവൻ്റെ ശരീരമാണ്. 2 അവൻ്റെ സമ്പത്താണ്. ഇത് 2 കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന് ഈമാനുണ്ട് എന്നതിനുള്ള തെളിവാണത്. ഈമാനിൻ്റെ സത്യസന്ധതയാണ് അതറിയിക്കുന്നത്. ഇവിടെ അള്ളാഹു പറഞ്ഞത് വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം എന്നാണ്.
ആദ്യം എണ്ണിയത് സമ്പത്തിനെയാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അതിനർത്ഥം ജീവനേക്കാളും വിലയുള്ളതാണ് സമ്പത്ത് എന്നല്ല, മറിച്ച് ജിഹാദിന് പോകുമ്പോൾ ഒരാളുടെ ശരീരത്തെക്കാളും ഉപകാരമുണ്ടാവുക സമ്പത്തിനാണ്. അദ്ദേഹം പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഒരു പാവപ്പെട്ട ഫക്കീറായൊരു മനുഷ്യൻ, അയാൾ ആയുധമെടുത്ത് യുദ്ധത്തിന് പോയി, അതൊരു ഉപകാരമാണ്. എന്നാൽ വേറൊരു സമ്പന്നനായ മനുഷ്യൻ, അയാൾ യുദ്ധത്തിന് പോന്നിട്ടില്ല, പക്ഷേ ആ യുദ്ധത്തിൻ്റെ മാർഗത്തിൽ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചു. ഇതിലേറ്റവും ഉപകാരം ഏതിനാണ്? രണ്ടാമത് പറഞ്ഞതിനാണ്. കാരണം അത് ആ സൈന്യത്തിന് മുഴുവൻ ഉപകാരപ്പെടും. അപ്പോൾ ശരീരത്തെക്കാളും ഉപകാരപ്പെടുന്നത് സമ്പത്താണ്. അതുകൊണ്ടാണ് സമ്പത്തിന് ആദ്യം എണ്ണി പറഞ്ഞതെന്നാണ്. ഖുർആനിലെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ശരീരത്തെക്കാളും മുൻപേ സമ്പത്തിനെ എണ്ണി പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഇനി ജിഹാദ് എന്ന് പറയുമ്പോൾ ഒന്ന് വാളെടുത്ത് യുദ്ധക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്യൽ ജിഹാദാണ്. മറ്റൊരു ജിഹാദ് നമ്മുടെ മനസ്സിനോടുള്ള ജിഹാദാണ്. ഇപ്പോൾ നന്മ ചെയ്യാൻ നമ്മൾ നമ്മുടെ മനസ്സിനോട് ജിഹാദ് ചെയ്യേണ്ടി വരും. രാവിലെ സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോരാൻ, ആ പുതപ്പൊക്കെ മാറ്റി വുളൂ ചെയ്ത് പള്ളിയിലേക്ക് വരാൻ നമ്മൾ ജിഹാദ് ചെയ്യണം. അതൊരു ജിഹാദാണ്. ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, ഒരാളും നമ്മളെ കാണുന്നില്ല, നമുക്ക് തിന്മ ചെയ്യാൻ നല്ലൊരു അവസരമാണ്. അവിടെ നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് ജിഹാദ് ചെയ്യണം. ഇങ്ങനെ രണ്ട് തരം ജിഹാദ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഫീ സബീലില്ല എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത് യുദ്ധക്കളത്തിലിറങ്ങി ജിഹാദ് ചെയ്യുന്നതിനാണ്. ഇനി അതിന് മാത്രമല്ല, അല്ലാത്ത എല്ലാ നന്മക്കും, അള്ളാഹുവിനനുസരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറയാറുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഅ്മിനുകളുടെ ക്വാളിറ്റികൾ ഒന്ന്, അവർ അള്ളാഹുവിനും റസൂലിലും വിശ്വസിച്ചതിന് ശേഷം സംശയിക്കാത്തവരാണ്. ഒരു നിലക്കും അവരുടെ വിശ്വാസത്തിലേക്ക് സംശയം കടന്നു വരാത്തവരാണ്. രണ്ടാമത്തത്, അവരവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്. ഇവർ മാത്രമാണ് മുഅ്മിനുകൾ. ഈ ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഒരാൾ മുഅ്മിനാവുള്ളൂ. കാരണം ഇന്നമ എന്ന പ്രയോഗം അതാണ് അറിയിക്കുന്നത്. ഇന്നമ എന്ന പ്രയോഗം വന്നാൽ അതിന് ശേഷം പറയുന്നവരാരാണോ അവർ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മുഅ്മിനുകളാണ്. അപ്പോൾ മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളവർ മാത്രമാണെന്ന് അർത്ഥം കിട്ടുക. എന്നിട്ട് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയാണ്, ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ. ഒരു കാര്യം നമ്മൾ വാദിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ മുഅ്മിനുകളാണെന്ന് നമ്മൾ വാദിക്കുമ്പോൾ അതിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം. അപ്പോൾ സത്യസന്ധമായിക്കൊണ്ട്, സാദിഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ എന്ന അർത്ഥം, അതിൻ്റെ ജംആണ് സാദിഖൂൻ. അപ്പോൾ നമ്മൾ വാദിക്കുന്നത് സത്യസന്ധമായിക്കൊണ്ടാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിൽ ഈ ക്വാളിറ്റികൾ ഉണ്ടോ, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ ഈ ഗുണവിശേഷണങ്ങൾ നമുക്കുണ്ടോന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രണ്ടായത്തുകൾ വിശകലനം ചെയ്യുക. 14-ാമത്തെയും 15-ാമത്തെയും ആയത്ത് ശരിക്ക് മനസ്സിരുത്തി വായിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ. ഇസ്ലാമും ഈമാനും ഒരുമിച്ച് പറഞ്ഞാൽ ലഭിക്കുന്ന അർത്ഥം എന്താണ്? രണ്ടും രണ്ടായിട്ട് പറഞ്ഞാൽ കിട്ടുന്ന അർത്ഥം എന്താണ്? ഈമാൻ, അതിൽ അടിയുറച്ച് നിൽക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് ശരിക്കുമുള്ള മുഅ്മിനുകൾ? അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ചിടുക. അവസാനമായിക്കൊണ്ട് ഹസനുൽ ബസരി റഹിമഹുല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലൈസൽ ഈമാനു ബിത്തഹല്ലി വലാ ബിത്തമന്നി. ഈമാൻ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള കുറേ ആവരണങ്ങളും അലങ്കാരങ്ങളും വാചകമടിക്കലൊന്നുമല്ല. മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖതുൽ അഅമാൽ. ഹൃദയത്തിൽ അടിയുറച്ചതും കർമ്മങ്ങൾ കൊണ്ട് സത്യപ്പെടുത്തലുമാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഉയരുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين. السلام عليكم ورحمة الله وبركاته.